ദീർഘായുസ് കിട്ടിയിട്ട് കട്ടുമ്പോൾ കിടന്നിട്ട് മലവും മൂത്രം നമ്മളെ ബന്ധുക്കൾ വാരിയിട്ട് അങ്ങനെ കിടന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാകും. അതിന് കാര്യം ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഫിയത്തിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭക്ഷണം ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം. അപ്പോഴേ നമുക്ക് രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ആരോഗ്യസ്ഥിതി ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണം. ഇത് വളരെ വൃത്തിയായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതിപ്പോൾ ഇന്ന് നമ്മൾ ട്രയൽസ് ആയിട്ടല്ല ഓരോന്ന് പറഞ്ഞു തരുന്നോണ്ടിട്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. മറിച്ച് പറയാതെ നേരെ കൗണ്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും. ഈ 25 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ എനർജി ബാക്കി കിടക്കും പിറ്റേ ദിവസം വരെ. കാരണം അത്രയും വളരെ വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നാളെ ഇതിൻ്റെ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഇരട്ടി ആളുകളാകട്ടെ. നിങ്ങളാണ് ഇതിൻ്റെ പ്രചാരകർ. നിങ്ങൾ വിചാരിച്ചാലേ പുതിയ ആളുകൾ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ഇവിടെ ശ്വാസം വിടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എടുക്കാൻ